നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കോൺഗ്രസ് കുരുക്കിൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കുമുറുക്കി കൂടുതൽ തെളിവുകൾ. അഴിമതിയിൽ രാഷ്ട്രീയ കുടുംബത്തിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന ഇടനിലക്കാരന്റെ ഡയറി പുറത്ത്. ഒരു രാഷ്ട്രീയ കുടുംബത്തിന് 120 കോടി രൂപ കൈക്കൂലി നൽകിയെന്നും ഇടപാടിൽ പലർക്കായി 450 കോടി നൽകിയിട്ടുണ്ടെന്നും കുറിപ്പ്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങവേ പുറത്തുവന്ന തെളിവിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ, മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്തേക്കും. നീക്കം അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഹെലികോപ്റ്റർ ഇടപാടിലെ വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്തിയത് മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടെന്നും വിവാദ കമ്പനിക്ക് അനുകൂലമായ വ്യവസ്ഥകൾ മാറ്റിയത് രാഷ്ട്രീയ നിർദ്ദേശം അനുസരിച്ചെന്നും ത്യാഗി. റിജ്ജുവിന് ആശ്വാസം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജുവിനെതിരായ അഴിമതി ആരോപണം തള്ളി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം. പുറത്തുവന്നത് കള്ളപ്രചരണങ്ങളെന്നും റിജ്ജുവിന്റെ കത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തുക അനുവദിച്ചതായും കേന്ദ്ര ഊർജ്ജ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെന്നും മന്ത്രി. നോർത്ത് ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷന് തുക അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുവാദത്തോടെ. കോർപ്പറേഷന്റെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്നും മന്ത്രാലയം. സത്യം പുറത്തു വന്നതോടെ ഇന്ത്യയെ കൊള്ളയടിച്ചവരുടെ മുഖത്ത് അടിയേറ്റെന്ന് കിരൺ റിജ്ജു. ആഭ്യന്തര സഹമന്ത്രിക്കെതിരായ ആരോപണം അരുണാചലിൽ അണക്കെട്ട് നിർമ്മിക്കാനെന്ന പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന്. 2014 തന്റെ ബന്ധുവായ കോൺട്രാക്ടർക്ക് ഫണ്ട് അനുവദിക്കാൻ റിജ്ജു സ്വാധീനം ചെലുത്തിയെന്നും റിപ്പോർട്ട്. പ്രതിരോധിക്കാൻ കേന്ദ്രം. സഹകരണ പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരവേ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് സംബന്ധിച്ച വിശദീകരണവുമായി കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ. ഇടപാടുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഉപാധികളോടെ പിൻവലിക്കാനാകുമോ എന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കും. കേരളത്തിലേതടക്കമുള്ള ജില്ലാ സഹകരണ ബാങ്കുകളിൽ നബാർഡ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിക്കും. ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കേണ്ട പണത്തിന്റെ പരിധി സംബന്ധിച്ചും വിശദീകരണമുണ്ടാകും. നോട്ട് അസാധുവാക്കിയതിന്റെ ഭരണഘടന സാധുത, പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്നിവയിലും വാദം. കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറണോ എന്നതും പരിഗണനയിൽ. അന്തിമവാദത്തിനായി കേസ് ജനുവരിയിലേക്ക് മാറ്റാനും സാധ്യത. കൊമ്പന്മാർ ഫൈനലിൽ. ISL 2ാം പാദ സെമിയിൽ ഡൽഹിയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ. ഷൂട്ടൌട്ട് വരെ നീണ്ട ആവേശ പോരാട്ടത്തിൽ കൊമ്പന്മാരുടെ ജയം എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ഇരുപാദങ്ങളിലുമായി 2-2 സമനിലയായതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും തുടർന്ന് ഷൂട്ടൌട്ടിലേക്കും നീങ്ങി. കളി തുടങ്ങി 21ാം മിനിറ്റിൽ മാർസലിനോയിലൂടെ ഡൽഹി വല ചലിപ്പിച്ചെങ്കിലും 3 മിനിറ്റിനുള്ളിൽ മഞ്ഞപ്പടയുടെ ഡങ്കൻ നാസോൺ സമനില ഗോൾ നേടി. ആദ്യ പകുതിയുടെ അവസാന നിമിഷം റൂബൻ റോക്കോയുടെ ഗോളോടെ ഇരുപാദ മത്സരങ്ങളിൽ ഡൽഹി സമനില പിടിച്ചു. ഷൂട്ടൌട്ടിൽ കേരളത്തിനായി വിജയ് കിക്കെടുത്ത് ഹോസുവും കെർഫൻസും റഫീഖും. ഈ മാസം 18-ന് കൊച്ചിയിൽ നടക്കുന്ന ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. ISLൽ കേരളം ഫൈനലിലെത്തുന്നത് ഇത് 2ാം തവണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.